നിങ്ങളുടെ കയ്യിൽ ആകെ 500 രൂപയുള്ളൂ, പക്ഷെ ആ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് പറ്റിയൊരു പെർഫ്യൂം മേടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 13 പെർഫ്യൂംസിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണൽ ടേസ്റ്റ് അനുസരിച്ച്. ഇതിലൊരു 80% ഞാൻ യൂസ് ആക്കി നോക്കിയിട്ടുള്ള പെർഫ്യൂമാണ് യൂസ് ആക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതും കൂടിയാണ്. ഓൾസോ ഈ പറയുന്നതെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസും കൂടെയാണ്. ഈ ബ്രാൻഡ്സും അത്യാവശ്യം അറിയപ്പെടുന്ന ബ്രാൻഡ്സുകളും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാം, ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഡിസ്ക്രിപ്ഷനിലുള്ള ആമസോൺ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ജൂലൈ 4 മുതൽ ആമസോൺ പ്രൈം ഡേ സെയിൽ തുടങ്ങാണ്. സോ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസും കൂടുതലാണ്. ഏതായാലും ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്വന്തം വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം 500 താഴെയുള്ള പെർഫ്യൂംസ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര രീതിയിലുള്ള ലാസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യരുത്. മാക്സിമം 3 to 4 hours, അതും ഒക്കേഷൻ അനുസരിച്ച്. ഈ പറയുന്ന പെർഫ്യൂംസ് ഇൻക്രീസിംഗ് ഓർഡറിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഗുഡ് ടു ബെസ്റ്റ് എന്ന രീതിക്കും ഓൾസോ വാല്യൂ ഫോർ മണി ബേസിസിലാണ് ഇത് ഈ ലിസ്റ്റ് എടുത്തേക്കുന്നത്. സോ സ്റ്റാർട്ടിംഗ് 13th പ്ലേസിലുള്ളത് ബെല്ല വീട്ട ഫ്രഷ്. ഒരു സിട്രിക് ആരോമാറ്റിക് ടൈപ്പ് ഓഫ് പെർഫ്യൂം ആണ് ഇത്. ലെമൺ, ബർഗമോൺ, മിന്റ് ആൻഡ് മസ്ക് രീതിയിലൊരു ഫ്രഷ് ടൈപ്പ് ഓഫ് പെർഫ്യൂം ആണിത്. ഈ 13ാമത്തെ സ്ഥാനം ആണെന്നും പറഞ്ഞു കൊള്ളില്ല എന്നല്ല പറയുന്നത്. കൂട്ടത്തിൽ ഇതാണ് ഏറ്റവും ബാക്കിൽ കിടക്കുന്നത് എന്നേ ഉള്ളൂ. പക്ഷെ എന്നും പറഞ്ഞ് ഇപ്പം എനിക്കത് 13th പ്ലേസ് ആയിട്ട് തോന്നിക്കുന്നത് ചിലർക്ക് അത് ഫസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നാം. അത് എല്ലാവരെയും പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഈ ലിസ്റ്റിൽ ഞാൻ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടും കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. നല്ല പെർഫ്യൂമാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഫ്രഷ് പെർഫ്യൂംസ് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി 12th പ്ലേസിൽ വൈറ്റ് സ്റ്റോൺ എഡ്ജ്. ഒരു സിട്രസ് വുഡി ടൈപ്പ് ഓഫ് പെർഫ്യൂം ആണിത്. ലെമൺ, ബർഗമോൺ, ലാവൻഡർ, സീഡർ ആൻഡ് മസ്ക് ആണ് വരുന്നത്. ഒരു യൂത്ത്ഫുൾ സ്പോർട്ടി ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത്. എന്നാലും അത്യാവശ്യം പ്രൊജക്ഷനും ഉണ്ട്. അത്യാവശ്യം നല്ല മോഡറേറ്റ്, ഭയങ്കര പ്രൊജക്ഷൻ അല്ല, ഒരു മോഡറേറ്റ് രീതിയിലുള്ള ഗുഡ് എന്ന് പറയാൻ രീതി, നല്ല മണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫ്യൂം ആണിത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളൊരു ബോട്ടിൽ തന്നെയാണ്. എന്നാലും ഭയങ്കര രീതിയിലുള്ള ലാസ്റ്റിംഗ് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളും കോളേജിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഓഫീസ് മീറ്റിംഗ്സ് അങ്ങനത്തെ ഒക്കേഷനൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഒരു പ്രീമിയം ബ്ലൂ ടൈപ്പ് ഓഫ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണിത്. ആൻഡ് 11ാമത്തെ സ്ഥാനത്ത് എൻഗേജ് ഇൻ. ഇക്കൂട്ടത്തിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയ ഒരു പെർഫ്യൂമാണ്. ഇത് മേടിച്ച് ഒരു റൂമിലോട്ട് കയറിയപ്പോൾ ആ റൂമിലാകെ 3-4 പെമ്പിളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം ഏത് പെർഫ്യൂം എന്നൊക്കെ ചോദിച്ച രീതിയിൽ അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായി സാധനം കൊള്ളാമെന്ന്. ഒരു സിട്രസി വുഡി രീതിയിലുള്ള പെർഫ്യൂമാണ്. പക്ഷെ എനിക്കൊരു ജിഞ്ചറി ടൈപ്പ് ഓഫ് ഫീലാണ് കിട്ടിയത്. ഇപ്പോൾ ഡേറ്റ്സിനൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്, ചോദിക്കും ഏത് പെർഫ്യൂം നല്ല മണമെന്ന് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഒരു പെർഫ്യൂം ചൂസ് ചെയ്യേണ്ടത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു അണ്ടർ റേറ്റഡ് രീതിയിലുള്ള പെർഫ്യൂമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി 10ാമത്തെ സ്ഥാനത്തുള്ളത് കോഡ് അക്വ. ഒരു സിട്രസി അക്വാറ്റിക് ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആണിത്. ബർഗമോൺ, മറൈൻ അക്കോർഡ്, ലാവൻഡർ, സീഡർ അങ്ങനത്തെ രീതിയിലുള്ള നോട്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ലക്ഷറി പെർഫ്യൂമായ അക്വാഡിജിയോട് ഒരു സിമിലർ റിസംബ്ലൻസ് തരുന്ന ഒരു പെർഫ്യൂമാണിത്. ഒരു മോഡറേറ്റ് രീതിയിലുള്ള പ്രൊജക്ഷൻ ആണ് ഇത് തരുന്നത്. സമ്മർ ടൈമിലും ഓഫീസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂം ഓപ്ഷൻ ആണിത്. എന്റെ കയ്യിലുള്ള ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഒരു നല്ല ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്ന ഒരു സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നല്ലൊരു ഓപ്ഷൻ ആണ്. ഇനി 9ാമത്തെ സ്ഥാനത്തുള്ളത് പാർക്ക് അവന്യൂ യുഫോറിയ. എന്റെ കയ്യിലുള്ള ഒരു പെർഫ്യൂമാണ്. ഒരു ആരോമാറ്റിക് ഫ്രഷ് ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ്. നല്ലൊരു മസ്കി വുഡി ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ്. ആദ്യമേ അടിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ പേഴ്സണലി എനിക്ക് മസ്കി ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വൽ സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ട്. ഒരു 3 to 4 hours എങ്കിലും ലാസ്റ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് പഴയ ബോട്ടിലാണ്. പക്ഷെ ഇപ്പോൾ അവർ ബോട്ടിൽ മാറ്റിയെന്ന് തോന്നുന്നു. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ വേറെ ബോട്ടിലാണ് കാണിച്ചിരിക്കുന്നത്. ലെമൺ, ലാവൻഡർ, ജെറനിയം, സാൻഡൽവുഡ് ആൻഡ് മസ്ക് അങ്ങനത്തെ ഒരു പെർഫ്യൂമാണിത്. ഒരു ഡിസൈനർ ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ് ഇത്. മോഡറേറ്റ് പ്രൊജക്ഷൻ ആണ് തരുന്നത്. ഓഫീസ് യൂസിനും കാഷ്വൽ യൂസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തത് വൈൽഡ് സ്റ്റോൺ അൾട്രാ സെൻഷ്യൽ. ഇതിന്റെ പ്രൊജക്ഷൻ നല്ല പ്രൊജക്ഷൻ ഉള്ളൊരു പെർഫ്യൂമാണ്. ഞാൻ യൂസ് ചെയ്ത് ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. ജിം സെഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിന്റെ സ്മെല്ല് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞത്. ഒരു സ്പൈസി ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഓപ്ഷനാണ്. വൈൽഡ് സ്റ്റോൺ എഡ്ജ് ഭയങ്കര ഫേമസ് ആണെങ്കിൽ പോലും ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ പ്രൊജക്ഷൻ അമ്മാതിരി പ്രൊജക്ഷൻ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പാർട്ടി രീതിയിലുള്ള ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ ഇതിട്ടുണ്ട് ഓഫീസിൽ അധികം പോകാതിരിക്കാം. നല്ല രീതിയിൽ പ്രൊജക്ഷൻ തരുന്ന ഒരു പെർഫ്യൂമാണ്. അധികം ഓഫീസിലും ക്ലോസ്ഡ് ഏരിയാസിലൊന്നും ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സമ്മർ ടൈമിലും ഔട്ടിങ്ങിന് അങ്ങനത്തെ ഒക്കേഷനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഒരു സ്വീറ്റ് മാസ്കുലിൻ ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. ഇനി ഡേറ്റ്സിനൊക്കെ നല്ലൊരു ഓപ്ഷനും കൂടെ ആയിരിക്കും. 7ാമത്തെ സ്ഥാനത്തുള്ളത് ഫോഗ് എക്സ്ട്രീമ. ഒരു വുഡി സ്പൈസി രീതിയിലുള്ള സെന്റ് ആണിത്. സിട്രസ്, പെപ്പർ, സീഡർ, ആംബർ ആൻഡ് മസ്ക് ആണ് നോട്ട്സ് ആയിട്ട് വരുന്നത്. ഒരു ബോൾഡ് മാസ് അപ്പീലിംഗ് ആയിട്ട് കുറച്ചുകൂടെ മാൻലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. 6ാമത്തെ സ്ഥാനത്തുള്ളത് ബിയർഡോ വിസ്കി സ്മോക്ക്. ഞാൻ ഒരുപാട് നാളായി ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്തിട്ട്
അന്ന് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മസ്കി രീതിയിലുള്ള പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ലക്ഷറി കാറ്റഗറിയിലുള്ള ഒരു സ്മോക്കി രീതിയിലുള്ള പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണിത്. വിസ്കി, അക്കോർഡ്, ഷബാക്കോ, വാനില, സിനമൺ, ഊദ് എന്നിങ്ങനെയുള്ള നോട്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്മോക്കി രീതിയിലുള്ള ഒരു പെർഫ്യൂമിന്റെ ഒരു ലക്ഷറി പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണിത്. കറക്റ്റ് എക്സാക്ട് ആ രീതിയിലല്ല, പക്ഷെ എന്നാലും ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ സ്ഥാനത്തുള്ളത് ബെല്ല വിറ്റ സ്കൈ. ഒരു ഫ്രഷ് അക്വാട്ടിക് ടൈപ്പ് ഓഫ് പെർഫ്യൂം ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ബെല്ല വിറ്റയുടെ ഒരു പെർഫ്യൂം ഗിഫ്റ്റ് സെറ്റ് ഉണ്ട്, അതിനകത്തുള്ള ആ 20 ml ആ ഒരു സാധനമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിന്റെ വലിയ ബോട്ടിൽ മേടിക്കണം എന്നുണ്ട്, പക്ഷെ മേടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ നല്ലൊരു പെർഫ്യൂം തന്നെയാണ് ഇത്. സ്റ്റോക്ക് കിട്ടാൻ വളരെ പാടായിരിക്കും, ഓൺലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓഫ്ലൈൻ സ്റ്റോഴ്സിലേക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. ബർഗമോൺ, മെറൈൻ നോട്ട്സ്, ലാവൻഡർ, മസ്ക് എങ്ങനെ ഒരു ബ്ലൂ അക്വാറ്റിക് ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആണിത്. ഒരു മോഡറേറ്റ് രീതിയിൽ പ്രൊജക്ഷൻ തരുന്ന ഒരു സമ്മർ പെർഫ്യൂം കൂടെയാണ്. നിങ്ങൾക്ക് കാഷ്വൽ യൂസിനൊക്കെ യൂസ് ചെയ്യാം, നല്ല തന്നെയാണ്, ഒരു ഫ്രഷ് ഫീൽ തരുന്ന ഒരു പെർഫ്യൂം ആണിത്. ആൻഡ് നാലാമത്തെ സ്ഥാനത്തുള്ളത് മാൻ കമ്പനി ബ്ലാക്ക്. ഒരു വുഡി സ്പൈസി രീതിയിലുള്ള ഒരു പെർഫ്യൂം ആണിത്. പെപ്പർ, സിട്രസ്, ലെതർ, ആംബർ, പാച്ചോളി എന്നിങ്ങനെയാണ് നോട്ട്സ് വരുന്നത്. ഒരു മാസ്കുലിൻ ഈവനിങ് സെന്റ് ആണ്, ഒരു സ്ട്രോങ് ഈവനിങ് രീതിയിലുള്ള ഒരു പെർഫ്യൂമും കൂടെയാണ്. നിങ്ങൾക്ക് നോർമൽ യൂസിനും കാഷ്വൽ യൂസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സ്കൂൾസിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഭയങ്കര ലാസ്റ്റിംഗ് ഒന്നും കിട്ടത്തില്ല. അത്യാവശ്യം ഒരു പ്ലസന്റ് ഫീൽ തരുന്ന ഒരു പെർഫ്യൂമാണ്. ഈവൻ ദോ സ്പൈസി വുഡി എന്ന് പറഞ്ഞാൽ പോലും ഒരു ചെറിയൊരു ഒരു ഫ്രഷ് ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ്. അത്യാവശ്യം നല്ല രീതിയിലൊരു സ്മെല്ലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഭയങ്കര ലാസ്റ്റിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങൾ ഈവനിങ് പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ആൻഡ് മൂന്നാമത്തെ സ്ഥാനത്തുള്ളത് ബെല്ല വിറ്റ ഹണി ഊദ്. ഒരു ഹണി ഊതി ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ്. കറക്റ്റ് ആ തേനിന്റെ രീതിയിലുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. ഹണി, ഊദ്, ആംബർ, വാനില, പാച്ചോളി എന്നിങ്ങനെയുള്ള നോട്ട്സ് ആണ് വരുന്നത്. ഒരു സ്വീറ്റ് മിഡിൽ ഈസ്റ്റേൺ ടൈപ്പ് ഓഫ് പെർഫ്യൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. സ്പെഷ്യൽ ഈവന്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം ആണിത്. ആൻഡ് ഫൈനലി ഒന്നാം സ്ഥാനത്തുള്ളത് ബിയർഡോ ഗോഡ് ഫാദർ. ഒരുപാട് ചെക്കന്മാർ പറഞ്ഞൊരു പെർഫ്യൂമാണ്. എൻ്റെ പല കമന്റ്സിലും പറഞ്ഞു, ബ്രോ ബിയർഡോ ഗോഡ് ഫാദർ നല്ലതാണോ, ഇത് നല്ലതാണ്, അത് നല്ലതാണ്, ഈ പെർഫ്യൂം നല്ലതാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് 1-2 തവണ യൂസ് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാൻ ഓൺ ചെയ്യുന്ന ഒരു സാധനമല്ല, പക്ഷേ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു പെർഫ്യൂം ആണെന്നാണ് കേട്ടത്. ഇതും ഒരു ലക്ഷറി പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ, 30-40 വരെ അടുപ്പിച്ച് വരുന്ന ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണിത്. ടൊബാക്കോ, വാനില, സിനമൺ, ആംബർ, വുഡ്സ് അങ്ങനത്തെ രീതിയിലുള്ള നോട്ട്സ് ആണ് അതിനകത്ത് വരുന്നത്. സോ ഇത്രയും പറഞ്ഞ 13 പെർഫ്യൂംസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 13ാമത്തെ അടങ്ങുന്നത് കൊള്ളത്തില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള പെർഫ്യൂം ആണെങ്കിൽ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം. നിങ്ങൾ സ്റ്റോഴ്സിൽ പോയി നോക്കുവാണെങ്കിൽ ടെസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അത് മേടിച്ച് ടെസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടായിരിക്കും. യൂസ്ഫുൾ ആയിട്ടെങ്കിൽ മേക്ക് ഷുവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടായിരിക്കും. മേക്ക് ഷുവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.